ഹായ് മുത്തുമണീസ്, എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പം നമ്മുടെ ഈ വീട്ടിൽ പെട്ടെന്ന് ഒഴിയുന്നൊന്നും വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ, പെട്ടെന്നൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി 2 ദിവസം കൂടി ഉള്ളൂ കേട്ടോ നമ്മുടെ ഇവിടുത്തെ ഇരുത്തൊക്കെ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ ഒരു ട്രിപ്പ് സാധനങ്ങൾ കുറച്ച് കടത്തി, പിന്നെ അടുത്ത ട്രിപ്പ് നമ്മൾ കടത്തുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തുണികളൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിവിടെ തുണികളൊക്കെ ഇങ്ങനെ മൂട്ട കെട്ടിയിട്ട് ഒരു തുണി വിരിച്ചതിൽ കുറച്ചാക്കിയിട്ട് പിന്നെ അങ്ങനെ കെട്ടിയിട്ട് നമ്മുടെ പുതിയതും പഴയ തുണികളും എല്ലാം ഇവിടെ ഇടാനുള്ളത് ഒഴിച്ച് ബാക്കിയൊക്കെ കടത്താമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ റിയാസ്ഖാൻ്റെ വണ്ടിയിൽ തന്നെ കേട്ടോ നമ്മൾ സാധനങ്ങളൊക്കെ കടത്തണത്. പിന്നെ അലമാര ഇതും പിന്നെ വേറെ അനിയൻ്റെ വണ്ടിയിൽ കടത്തണം. അപ്പോൾ ഈ വണ്ടീൻ്റെ മേലെ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ തുണികൾ നമ്മൾ ജസ്റ്റ് മൂട്ട കെട്ടിയിട്ടൊക്കെ അങ്ങോട്ട് കടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ചോറും കൂട്ടാനൊക്കെ ആയിട്ടാട്ടോ ഈ പണിക്ക് നിൽക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അവിടുത്തെ ഒക്കെ പാടെ നടക്കില്ല. അപ്പോൾ വെയിൽ നിന്ന് ആറിയ ശേഷം നമ്മൾ അങ്ങനെ കടത്തുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നൊക്കെ ആയിട്ട് ഇത്തിരി വെയിലിനൊരു ചൂട് കുറവുണ്ട് കേട്ടോ, നമ്മുടെ ഭാഗ്യം. അപ്പോൾ പിന്നെ ഓരോരുത്തർ പറഞ്ഞ വീടിന് വാടകയൊക്കെ. അപ്പോൾ നമ്മുടെ പാലക്കാട് എവിടെ ഇരിക്കുകയാണെങ്കിലും ടൗണിൻ്റെ നടുക്കുകയാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം 15-20 വാടക കൊടുക്കണം കേട്ടോ. വാടകയല്ല, അഡ്വാൻസ് കേട്ടോ. മിനിമം നല്ല വീടൊക്കെ ആണെങ്കിൽ, വലിയ വീടൊക്കെ ആണെങ്കിൽ 50,000 കൊടുക്കണം. അവരത് മേടിക്കുന്നത് എന്താണെന്നറിയാം, നമ്മൾ ഒഴിഞ്ഞോണ്ട സമയത്ത് എന്തെങ്കിലും വീടിന് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവരത് ഈടാക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ അഡ്വാൻസ് മേടിക്കുന്നത്. ചിലവർ വേണ്ട പറയും, ചിലവർ ഇവിടെ നമ്മുടെ എവിടെ ഇരുന്നവിടെ 10,000, 15,000, 20,000, വലിയ വീടൊക്കെ ആണെങ്കിൽ മിനിമം 50,000 കൊടുക്കണം കേട്ടോ. പിന്നെ പണയത്തിനാണെങ്കിൽ 3 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം അങ്ങനെ കൂടിക്കൂടി വരും. അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ. ചില ഭാഗങ്ങളിലൊന്നും അഡ്വാൻസേ മേടിക്കില്ല ആളുകൾ കേട്ടോ. പക്ഷെ നമ്മുടെ പാലക്കാട് അതുപോലെയല്ല, മാക്സിമം ഒരു 50,000 അവർ ചോദിക്കും. കാരണം 1 വർഷമോ 2 വർഷമോ 3 വർഷമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പോണ സമയത്ത് അവർ അതിൽ നിന്ന് പെയിൻറ്റിങ്ങിനും എന്തെങ്കിലും റിപ്പയറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അഡ്വാൻസ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ പകുതി അഡ്വാൻസിൽ നിന്ന് അവർ പെയിൻറ്റിങ്ങിനും പിന്നെ ഇപ്പോൾ നമ്മുടെ കുഴിയൊക്കെ നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ ഒത്തിരി ആൾ താമസിച്ച കാരണം വേസ്റ്റ് കുഴിയൊക്കെ നിറയണു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ പ്രശ്നം ഉണ്ടാക്കുന്നത് അവർ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് അവർ നമ്മുടെ കൊടുത്ത അഡ്വാൻസിൽ നിന്ന് ചിലപ്പോൾ അവർ ഈടാക്കും. അങ്ങനെ പിന്നെ നമുക്ക് തരുന്നത് പകുതിയായിരിക്കും, വാടകയൊക്കെ പിടിച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് തരിക. അപ്പോൾ ഈ പാലക്കാട് ജില്ലയിൽ താമസിക്കുകയാണെങ്കിൽ എന്തായാലും നമ്മൾ അഡ്വാൻസ് കൊടുത്തേ പറ്റും. ഒരു അഡ്വാൻസ് ഇല്ലാണ്ട് നമ്മൾ ഇരുത്തൂല. അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. ഞാനിരുന്നിടത്തോളം അങ്ങനെ തന്നെ കേട്ടോ. 20, 10, 15, 30 പറഞ്ഞ പോലെ ഇപ്പോൾ 50 ആയി. അങ്ങനെയാണ് വാടക. പിന്നെ നമുക്ക് നമ്മുടെ അവസ്ഥക്കനുസരിച്ചിട്ട് നമ്മൾ 5, 10 ഇപ്പം മിനിമം മാക്സിമം 6 കേട്ടോ. അതിൽ കുറഞ്ഞുള്ള വാടകയേ ഇല്ല. സത്യം പറയുകയാണെങ്കിൽ 6,000 രൂപയൊക്കെ കൊടുക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ഹൗസിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. രാത്രി അങ്ങനെ പോയതാണ്. അത് നമ്മുടെ റീസ് കുട്ടി തുറക്കുന്നുണ്ട്. റീസും ഇതാട്ടോ നമ്മുടെ ഓണറിൻ്റെ വീട്. ഇതാണ് നമ്മുടെ ഹൗസ് ഓണറിൻ്റെ വീട്. ഇത് വന്നിട്ട് ഹൗസ് ഓണറിൻ്റെ മകളുടെ വീടാട്ടോ. ഇത് മകളുടെ വീട്, ഇത് ഓണറിൻ്റെ വീട്. വരുന്നില്ല ചേച്ചി അവിടെ നിൽക്കുക. ഓരോ മൂട്ട എടുത്തിട്ട് ഇനി ഞങ്ങൾക്ക് ഓരോ തുണി മൂട്ടയും കൊണ്ട് വരണം. എന്തൊരു മണല്ലേ. അപ്പം ഞാൻ ബാഗ് ഇതവിടെ വെക്കാം. കരപ്പായി ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീടൊക്കെ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ചൂലൊക്കെ ഉണ്ടല്ലേ ഇവിടെ, അടിപൊളി ചൂലുണ്ടല്ലോ, അടിപൊളി ചൂലൊക്കെ ഉണ്ട് കേട്ടോ. പുതിയ ചൂലാന്ന് തോന്നുന്നു, ചൂല് കിട്ടി. അപ്പോൾ ഓണറിൻ്റെ വീടും മകളുടെ വീടും അടുത്തടുത്താട്ടോ. നമുക്ക് സാധനങ്ങൾ കുറച്ച് റൈസോ പിടിയിടാ. വേറെ ഇത് ആദ്യം എടുക്കുന്ന എന്നിട്ട് വേറെ അപ്പുറത്തേക്ക് ആക്കിയിട്ടില്ല. ഞാൻ ഉള്ളിക്കൊണ്ട് വെക്കട്ടെ. ഞാൻ എടുക്കാൻ
അപ്പോൾ വേഗം വേഗം കഴിയും. അത്ര കാനൊന്നുമില്ല. ഞാൻ ഉള്ളിൽ കൊണ്ട് സെറ്റാക്കാം. തള്ളിയിടണ്ട, അതൊക്കെ ഒരു സൈഡിലാക്കി കൊണ്ടുപോകും. ചളിയിലിടണ്ടായിട്ട് ആ റൂമിൽ കൊണ്ടുവെക്കും. ഇനി ഒരാൾ വാ. ചെയ്യാടി വേറെ നമുക്ക് മക്കളെ സാധനങ്ങൾ കടത്തി ക്ഷീണിച്ച് ഫാൻ, ഇവിടെ ഒരു ഫാന് ഫ്രീ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് തിരുമ്പിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നത് മയ്യത്തായി. അത് പറഞ്ഞൊരു വീട് മാറില്ല മക്കളെ. എന്നാലും പഠിച്ചാൽ നമുക്ക് നല്ല റാഹത്തുള്ള വീട് തന്നെ തന്നിട്ടുണ്ട്. അതാണ് ഞാൻ എൻ്റെ ബെഡ്റൂം. ബെഡ്റൂം കിടന്നു കൈ ചൊറിയുന്നു, കാലും ചൊറിയുന്നു. ഇനി എവിടേക്ക് പോകാനോ? റിൻഷിക്ക് ഇഷ്ടപ്പെട്ട റൂമൊക്കെ സുഖമായി കിടക്കാം. കട്ടിലിൻ്റെ ആവശ്യമൊന്നുമില്ലത്. നമുക്ക് ആ കട്ടിൽ കൊടുത്താലോ? കട്ടിലൊക്കെ പൊട്ട കട്ടിലായിട്ട് അങ്ങോട്ട് കൊണ്ടുവരാനൊന്നും പറ്റില്ല. ഇനി എൻ്റെ ബെഡ് കട്ടിൽ കാണാനോ? ഇവർക്ക് കട്ടിലില്ല കേട്ടോ. സിറ്റ് ഔട്ട് വെയിലടിക്കണല്ലേ? പുറത്തേക്കുള്ള ബൾബ് ഇവിടെ ഇടേണ്ടി വരും. പുറത്തേക്കുള്ള ബൾബേ ഇത് അവിടെ കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവരും. എവിടെ ഇവിടെ വെക്കണേ? അയ്യേ സൈക്കിളൊക്കെ താഴത്ത് മെല്ലെ എടുക്കട്ടാ, എന്നാലും പൊട്ടിക്കല്ലേ. ഇതാ സ്കൂള് അല്ലേ? സ്കൂള് അതൊന്നും ഇവിടെ കാരണം അങ്ങോട്ട് എത്തി. അതിന് വേണ്ടിയിട്ടല്ലേ? അത്താക്ക ഐഡിയ ഉണ്ട്. വെറുതെ മേലെ കയറണ്ട പറയുന്നത്. എനിക്ക് ചെക്കനെ പേടി വേണ്ടെന്ന്. ഇവിടെ നിറയെ കറിവേപ്പിലൊക്കെ ഉണ്ട് കേട്ടോ. കറിവേപ്പിലുണ്ട് അല്ലേ? അതാണ് ഈ കൊമ്പിക്കൂടൊക്കെ ഇതിൽ കൂടൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്. വേപ്പ് ഇതാണ് നമ്മുടെ കറണ്ട് മീറ്റർ. വയറാണത്. ഏത് ബില്ല് നോക്കണത്? അപ്പം നമ്മൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും കുറച്ചും കൂടി കടത്തണം. അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് പിന്നെ വരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇനി വന്ന ശേഷം ഒന്നും കൂടി ഒന്ന് അടിച്ച് തുടക്കണം. പിന്നെ അലമാരയും കട്ടിലൊക്കെ ഒന്ന് കടത്താനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അടുത്ത് പുഴയൊക്കെ ഉണ്ട്. നല്ല രസമുള്ള സ്ഥലം കേട്ടോ. കാണാനും കുഴപ്പമൊന്നുമില്ല, നല്ല കാണാനും രസമുണ്ട്. അപ്പോൾ ഇനിയുള്ള വീഡിയോ അടുത്ത സാധനങ്ങളൊക്കെ കടത്തുന്ന വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നല്ല വീഡിയോ ആയിട്ട് അടുത്ത് കടത്തുന്ന വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് ലൈക്ക് കൊടുക്കാനും പിന്നെ നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.